നമസ്കാരം. കേരള ന്യൂസ് 60 വാർത്തകൾക്ക് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ വാർത്തകളൊക്കെ നിങ്ങൾക്ക് ലൈവായി തന്നെ കിട്ടുന്നതായിരിക്കും. വാർത്തയിലേക്ക്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കറുത്ത ദിനമായിട്ടുള്ള അടിയന്തരാവസ്ഥയുടെ ഓർമ്മയ്ക്ക് 50 വയസ്സ് തികഞ്ഞിരിക്കുകയാണ്. ആ കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് യാതനകളുണ്ട്. ആ യാതനകൾ വളരെ വ്യക്തമായി തന്നെ പറയാൻ കഴിയുന്ന ഒരു നേതാവാണ് ഇന്ന് നമ്മുടെ കേരളം ഭരിക്കുന്നത്. അതെ, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ദേശാഭിമാനിയിൽ അടിയന്തരാവസ്ഥ കാലഘട്ടത്തെ പറ്റിയൊക്കെ വളരെ വിശദമായി തന്നെ എഴുതിയിട്ടുണ്ട്. ആ കാലഘട്ടത്തെ പറ്റി മലയാള മനോരമയൊക്കെ ഇന്ദിരാഗാന്ധിയെ പുകഴ്ത്തി എഴുതിയപ്പോൾ ആ അടിയന്തരാവസ്ഥയുടെ യഥാർത്ഥ ആ ഒരു ഭീകര മുഖം അത് തുറന്നു കാട്ടിയത് ദേശാഭിമാനിയായിരുന്നു. എന്തായാലും അതിലേക്കൊക്കെ വരും മുമ്പ് നമുക്ക് ആദ്യം തന്നെ ദേശാഭിമാനി പത്രത്തിലെ മുഖ്യമന്ത്രിയുടെ ആ ലേഖനം ഒന്ന് വായിക്കാം. അനുഭവങ്ങൾ ഊർജ സ്രോതസ് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ലേഖനത്തിന്റെ തലക്കെട്ട്. അടിയന്തരാവസ്ഥയെ നേരിട്ട എണ്ണമറ്റ ജനാധിപത്യ പോരാളികൾക്ക് അത് ഭരണകൂട ഭീകരതയേൽപ്പിച്ച പൊള്ളുന്ന ഓർമ്മകളാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവിചാരിതമായി വന്നുപെട്ട ദുരവസ്ഥയായിരുന്നില്ല 1975 ജൂൺ 25 അടിയന്തരാവസ്ഥ പ്രഖ്യാപനം. വർഷങ്ങളായി ഇന്ത്യയിൽ പരുവപ്പെട്ടു വന്ന ഏകാധിപത്യ പ്രവണതകളുടെയും പൗരാവകാശ ദംസനങ്ങളുടെയും നിഷ്ഠൂരമായ ഉച്ചാവസ്ഥയായിരുന്നു അത്. ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യം അമിതാധികാര വാഴ്ചയിലേക്ക് നീങ്ങുകയാണെന്ന മുന്നറിയിപ്പ് 1972 മധുരയിൽ ചേർന്ന CPM 9ാം പാർട്ടി കോൺഗ്രസ് കൃത്യമായി നൽകിയിരുന്നു. ഗരീബി ഹടാവോ എന്ന മോഹിപ്പിക്കുന്ന മുദ്രാവാക്യം ഉയർത്തി 1971 നേടിയ വൻ വിജയത്തിന് ശേഷം കോൺഗ്രസ് ദുർബലമാവുകയും അധികാരം ഇന്ത്യയിൽ കേന്ദ്രീകരിക്കപ്പെടുകയും ചെയ്തു. രാജ്യത്ത് വിലകയറ്റവും തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും രൂക്ഷമായി. 1974 17 ലക്ഷം തൊഴിലാളികൾ 20 ദിവസം നീണ്ട ഐതിഹാസികമായ റെയിൽവേ പണിമുടക്ക് നടത്തി. ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് അടിച്ചമർത്താനാണ് കോൺഗ്രസ് സർക്കാർ ശ്രമിച്ചത്. ഈ അടിച്ചമർത്തലാണ് ഇന്ദിരാ ഭരണത്തിനെതിരായ ജനവികാരം ആളിക്കത്തിച്ചത്. ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ ബീഹാറിൽ ആരംഭിച്ച സമ്പൂർണ്ണ വിപ്ലവ പ്രക്ഷോഭം ജനരോക്ഷത്തിന്റെ മൂർച്ചയേറിയ രൂപമായി. ഈ പശ്ചാത്തലത്തിലാണ് 1975 ജൂൺ 12 ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി അലഹബാദ് ഹൈക്കോടതി വിധി വരുന്നത്. ജനരോഷം, സാമ്പത്തിക പ്രതിസന്ധി, ഭരണപരാജയം, കോടതിയിലെ തിരിച്ചടി എന്നിവയെല്ലാം ചേർന്നപ്പോൾ ജനാധിപത്യത്തിന്റെ വഴി ഉപേക്ഷിച്ച് ഏകാധിപത്യത്തിന്റെ പാത സ്വീകരിക്കാനാണ് അവർ തീരുമാനിച്ചത്. 1967 തെരഞ്ഞെടുപ്പിൽ കേരളം, ബംഗാൾ എന്നിവയടക്കം 8 സംസ്ഥാനങ്ങളിൽ അധികാരം നഷ്ടപ്പെട്ടത് കോൺഗ്രസിന് കനത്ത ആഘാതമായി. 1972 ബംഗാളിൽ സിദ്ധാർത്ഥ ശങ്കർ റൈയുടെ നേതൃത്വത്തിൽ അധികാരത്തിലെത്തിയ കോൺഗ്രസ് സർക്കാർ ഇടതുപക്ഷത്തെ വേട്ടയാടാൻ അർദ്ധ ഫാസിസ്റ്റ് ഭീകരവാഴ്ച നടപ്പാക്കി. അതേ മാതൃക അതേ തീവ്രതയോടെ കേരളത്തിലും ആവർത്തിക്കപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഉരുക്കുകോട്ടയായ കണ്ണൂർ ജില്ലയിൽ ഈ ആക്രമണങ്ങളുടെ പ്രധാന കേന്ദ്രമായി. പോലീസിനെയും സ്വന്തം ക്രിമിനൽ സംഘങ്ങളെയും ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യുകയായിരുന്നു അജണ്ട. കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളിലൂടെ കമ്മ്യൂണിസ്റ്റുകാർക്ക് നിർഭയം നടന്നുപോകാനോ ബസ്സിൽ യാത്ര ചെയ്യാനോ കഴിയാത്ത സാഹചര്യം. ഒളിഞ്ഞും തെളിഞ്ഞും നടത്തിയ ആക്രമണങ്ങൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തോടെ പാരമ്യത്തിലെത്തി. പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ നിയമം കയ്യിലെടുത്തു. നാവെടുക്കൂ, പണിയെടുക്കൂ എന്ന മുദ്രാവാക്യം എല്ലാ എതിർ ശബ്ദങ്ങളുടെയും അടിച്ചമർത്താനുള്ള ആഹ്വാനമായി. സംഭാവന കുറഞ്ഞുപോയതിന്റെ പേരിൽ സ്വന്തം അനുയായികളെ പോലും അവർ ജയിലിൽ അടച്ചു. അന്ന് കൂത്തുപറമ്പിലെ MLA എന്ന നിലയിൽ ഈ അടിച്ചമർത്തലുകൾക്കെതിരെ ജനങ്ങളെ സംഘടിപ്പിക്കുക എന്ന കടമയായിരുന്നു. അടിയന്തരാവസ്ഥയുടെ മറവിൽ അതിക്രമങ്ങൾ അരങ്ങേറിയ പ്രദേശങ്ങൾ ഞങ്ങൾ സന്ദർശിച്ചു. മൈക്കിന് അനുമതി നിഷേധിച്ചപ്പോൾ മെഗാഫോൺ ഉപയോഗിച്ചും ചെറു യോഗങ്ങൾ നടത്തിയും ജനങ്ങളോട് സംസാരിച്ചു. ഈ ഇടപെടലുകൾ ഭരണാധികാരികളെ പ്രകോപിപ്പിച്ചു. 1975 സെപ്റ്റംബർ 28 അർദ്ധരാത്രി പിണറായിയിലെ വീട്ടിൽ നിന്ന് എന്നെ അറസ്റ്റ് ചെയ്തു. പ്രത്യേക നിർദ്ദേശമുണ്ട് എന്ന് പറഞ്ഞ് കൊണ്ടുപോയ എന്നെ കാത്തിരുന്നത് കൂത്തുപറമ്പ് ലോക്കപ്പിലെ ഭീകരമായ മർദ്ദന മുറകളായിരുന്നു. അതൊരു ചോദ്യം ചെയ്യലായിരുന്നില്ല, ശരീരം തകർക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ആസൂത്രിത പദ്ധതിയായിരുന്നു. ഇരുവശത്തു നിന്നും ഒരേ സമയം 2 പേർ തല്ലി. പിന്നീട് 3 പേർ കൂടി ചേർന്നു. നിലത്ത് വീഴുമ്പോൾ ബൂട്ടിട്ട കാലുകൾ കൊണ്ട് ചവിട്ടി മെതിച്ചു. എഴുന്നേൽക്കുമ്പോൾ വീണ്ടും തല്ലി. ബോധം മറയുന്നത് വരെ ഇടിച്ചു. ദേഹത്ത് അടിവസ്ത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൈകാലുകൾക്ക് ചതവേറ്റ് ശരീരം മറവിച്ച അവസ്ഥയിലായിരുന്നു. പിന്നീട് 18 മാസം കണ്ണൂർ സെൻട്രൽ ജയിലിൽ. അവിടെ വെച്ച് കാലിന് പ്ലാസ്റ്റർ ഇടേണ്ടി വന്നു. ജയിലിൽ ജനങ്ങളോടൊപ്പം കോൺഗ്രസിനെ എതിർത്ത വിവിധ രാഷ്ട്രീയ കക്ഷികളിലെ നേതാക്കളും ഉണ്ടായിരുന്നു. MP രാഘവൻ, കോടിയേരി ബാലകൃഷ്ണൻ, A കണാരൻ എന്നിവർക്കൊപ്പം MP വീരേന്ദ്രകുമാർ, K ചന്ദ്രശേഖരൻ, സയ്യിദ് ഉമ്മർ, ബാഫഗി തങ്ങൾ, PM അബൂബക്കർ തുടങ്ങിയവരും സഹ തടവുകാരായിരുന്നു. വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ എന്നെ ശിവപുരത്തെ പാർട്ടി ഓഫീസിൽ നിന്ന് അറസ്റ്റ് ചെയ്തു എന്നായിരുന്നു വ്യാജരേഖ ചമച്ചത്.
ഇത് എന്റെ മാത്രം അനുഭവമായിരുന്നില്ല. കോഴിക്കോട് REC വിദ്യാർത്ഥി രാജനെ കക്കയം ക്യാമ്പിലിട്ട് ഉരുട്ടിക്കൊന്നത് ഭരണകൂട ഭീകരതയുടെ കുപ്രസിദ്ധ ഉദാഹരണം. കണ്ണൂർ സെൻട്രൽ ജയിലിൽ N. അബ്ദുള്ള ചികിത്സ കിട്ടാതെ മരിച്ചു. പിണറായി പന്തക്കപ്പാറയിൽ ബീഡി കമ്പനി ആക്രമിച്ച് കോളങ്ങരയത്ത് രാഘവനെ കൊലപ്പെടുത്തി. പിരളശ്ശേരിയിലെ AKG മന്ദിരം വായനശാല തകർത്ത് 4000-ഓളം പുസ്തകങ്ങൾ റോഡിലിട്ട് കത്തിച്ചു. ഈ ക്രൂരതകൾക്കെല്ലാം നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥരെ ആഭ്യന്തരമന്ത്രി K. കരുണാകരൻ നിയമസഭയിലും പുറത്തും ന്യായീകരിച്ചു. ഈ അടിച്ചമർത്തലുകൾക്കൊന്നും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നിശ്ചയദാർഢ്യത്തെ തകർക്കാനായില്ല. രോഗാവസ്ഥ വകവെക്കാതെ സഖാവ് AKG ഗ്രാമാന്തരങ്ങളിലെത്തി പ്രവർത്തകർക്ക് ആവേശവും ആശ്വാസവും പകർന്നു. പല നേതാക്കളും ഒളിവിലിരുന്ന് പ്രസ്ഥാനത്തെ നയിച്ചു. വീട്ടമ്മമാർ ഗൂണ്ടകളെയും പോലീസിനെയും ചെറുത്തു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കണ്ണൂരിലെ മാർക്സിസ്റ്റ് വേട്ടയ്ക്ക് അറുതി വന്നില്ല. ചീമേനിയിലെ 5 സഖാക്കളുടെ കൂട്ടക്കൊല, നാൽപ്പാടി വാസുവിനെ വെടിവെച്ചു കൊന്ന സംഭവം, മാതാപിതാക്കളുടെ മുന്നിലിട്ട് KV സുധീഷിനെ വെട്ടിക്കൊന്ന ക്രൂരത എന്നിവയെല്ലാം ഈ രാഷ്ട്രീയത്തിന്റെ തുടർച്ചയാണ്. കോൺഗ്രസ് ദുർബലമായപ്പോൾ ആ ദൗത്യം RSS ഏറ്റെടുത്തു. ഓരോ ആക്രമണവും ഞങ്ങളെ കൂടുതൽ കരുത്തരാക്കുകയാണ് ചെയ്തത്. അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിന്റെ ഭീകരതയെ കുറിച്ചാണ്. രാജ്യം ഇന്നൊരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്ദിരാഗാന്ധി ഭരണഘടനയെ ദുരുപയോഗിച്ചെങ്കിൽ സംഘപരിവാർ ഭരണഘടനയെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. മതത്തിന്റെ പേരിൽ പൗരത്വം നിർവചിക്കുന്ന പൗരത്വ ഭേദഗതി നിയമം, കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞത്, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് അജണ്ട, അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയ എതിരാളികളെ നിശബ്ദരാക്കാനുള്ള ഉപകരണങ്ങളാക്കുന്നത്, മാധ്യമങ്ങളെ വറുതിയിലാക്കുന്നത്, ജുഡീഷ്യറിയെ ഭീഷണിപ്പെടുത്തുന്നത്, ഇതെല്ലാം അടിയന്തരാവസ്ഥയുടെ ലക്ഷണങ്ങളാണ്. അന്ന് നാവെടുക്കൂ പണിയെടുക്കൂ എന്നായിരുന്നുവെങ്കിൽ ഇന്ന് ജയ് ശ്രീറാം വിളിക്കാത്തവരെ രാജ്യദ്രോഹികളാക്കുന്നു. അന്ന് സഞ്ജയ് ഗാന്ധിയുടെ 5 പരിപാടിയെങ്കിൽ ഇന്ന് വിദ്വേഷത്തിന്റെയും വിഭജനത്തിന്റെയും അജണ്ടകൾ നടപ്പാക്കുന്നു. വരുംകാല പോരാട്ടങ്ങളുടെ ഊർജ സ്രോതസ്സാണ് അടിയന്തരാവസ്ഥയെ ഓർക്കേണ്ടത്. ഇന്ത്യൻ ജനതയുടെ ചെറുത്തുനിൽപ്പിന് മുന്നിൽ ഇന്ദിരാഗാന്ധിക്കും കോൺഗ്രസിനും മുട്ടുമടക്കേണ്ടി വന്നു. അതുപോലെ ഇന്നത്തെ വർഗീയ ഫാസിസ്റ്റ് വെല്ലുവിളികളെയും ജനങ്ങൾ അതിജീവിക്കുക തന്നെ ചെയ്യും. തൊഴിലാളി വർഗത്തിന്റെ ഐക്യത്തിലൂടെയുള്ള ജനകീയ സമരങ്ങൾക്ക് മുമ്പിൽ സംഘപരിവാർ അജണ്ടകൾക്ക് കീഴടങ്ങേണ്ടി വരും എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശാഭിമാനിയിൽ എഴുതിയ ആ ഒരു ലേഖനത്തിൽ അദ്ദേഹം കുറിച്ചത്. ആ ലേഖനം വായിക്കുമ്പോൾ സത്യത്തിൽ നമുക്കൊക്കെ തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എത്രത്തോളം ഭീകരമായിരുന്നു അന്നത്തെ അന്തരീക്ഷം എന്നുള്ളതായിരുന്നു. വെറും ഗൂണ്ടകളെ പോലെ, ഭീകരന്മാരെ പോലെ കോൺഗ്രസ് അഴിഞ്ഞാടിയ ഒരു കാലഘട്ടമായിരുന്നു അത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ശേഷം മലയാള മനോരമയൊക്കെ അതെന്തോ വലിയ സംഭവമാണെന്ന രീതിയിൽ ഇന്ദിരാഗാന്ധിയെ പുകഴ്ത്തിക്കൊണ്ട് മാധ്യമങ്ങളിൽ അങ്ങ് എഴുതി പിടിപ്പിച്ചപ്പോൾ അന്ന് ദേശാഭിമാനി പത്രം എന്താണ് കുറിച്ചതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ദേശാഭിമാനി പത്രത്തിന്റെ തലക്കെട്ട് ഞാനൊന്ന് വായിക്കാം. അർദ്ധ ഫാസിസത്തിൽ നിന്ന് ഫാസിസത്തിലേക്ക് എന്ന ധൈര്യത്തോടെ, തന്റെ ഇടത്തോടെ ദേശാഭിമാനി പത്രം എഴുതുന്നുണ്ട്. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ആ ഭീകര അന്തരീക്ഷത്തെ പറ്റിയൊക്കെ, ആ ഭീകരതയെ പറ്റി, ആ ഒരു വലിയ ജനങ്ങളെ ഭയപ്പെടുത്തുന്ന ആ ഒരു അവസ്ഥയെ പറ്റിയൊക്കെ വളരെ വിശദമായി തുറന്നെഴുതിയ ഒരു പത്രം അന്ന് ദേശാഭിമാനി മാത്രമായിരുന്നു. മലയാള മനോരമ അടക്കമുള്ള പത്രങ്ങൾ കോൺഗ്രസിന്റെ, ഇന്ദിരാഗാന്ധിയുടെ, കരുണാകരന്റെ കാൽച്ചുവട്ടിൽ പോയി കിടന്നപ്പോൾ ദേശാഭിമാനി പത്രം തന്റെ ഇടത്തോടെ മാധ്യമ പ്രവർത്തനം നടത്തി എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യവും അത് തന്നെയാണ്.